ടി.വി.കെ അധ്യക്ഷനും തമിഴ് സൂപ്പർ താരവുമായ വിജയ് ഇന്ന് ഡൽഹിയിൽ CBIക്ക് മുന്നിൽ ഹാജരാകുന്നതായിരിക്കും. രാവിലെ 11 മണിക്കാണ് ഡൽഹി CBI ഓഫീസിൽ ഹാജരാകുക. കരൂർ ആൾക്കൂട്ട ദുരന്ത കേസിലാണ് വിജയ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. PNS 179 പ്രകാരം സാക്ഷി എന്ന നിലയിലാണ് വിജയ് വിളിപ്പിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അപ്പോൾ അർജുൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എങ്ങനെയായിരിക്കും ടി.വി.കെയുടെ നീക്കങ്ങൾ? പൂജ, വിജയ് ഇന്ന് രാവിലെ 9:30 തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷം 11 മണിയോടെയായിരിക്കും CBI ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളുമെല്ലാം തന്നെ ആരംഭിക്കുക. നിലവിൽ 179 BNS 179 പ്രകാരം സാക്ഷി എന്ന നിലയിലാണ് വിജയെ വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളില്ല, അതായത് അറസ്റ്റ് അടക്കമുള്ള ആശങ്കകളില്ല. മറിച്ച് വിജയുടെ ഭാഗത്തു നിന്നും വിജയുടെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ സംബന്ധിച്ചൊരു മൊഴിയെടുക്കുക. പ്രത്യേകിച്ചും ഈ കരൂർ ദുരന്തത്തിൽ ടി.വി.കെ ആണ് സുപ്രീം കോടതിയിൽ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെയോ ജുഡീഷ്യൽ ബോഡിയുടെയോ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. ഈ ഒരു ഘട്ടത്തിൽ വിജയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിനോ തനിക്കോ നല്ലതാകില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തന്നെ വിജയ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടതും ഇന്നും നാളെയും അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ടി.വി.കെ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതായത് നാളെയും ഈ ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ള കാര്യം. നേരത്തെ ഡിസംബർ 29, 30, 31 തീയതികളിൽ ടി.വി.കെയുടെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള ബുസി ആനന്ദ്, ആദവ് അർജുന, മതിയഴകൻ ഉൾപ്പെടെയുള്ളവരെ പലയിടത്തുമായി CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അവരുടെ മൊഴിയെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കരൂരിൽ വിജയുടെ പ്രചാരണ വാഹനം അത് CBI കസ്റ്റഡിയിലെടുത്തതും പിന്നീട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് എത്തി ഫോറൻസിക് പരിശോധനയും മറ്റ് നടപടികളും എല്ലാം തന്നെ അതിൽ പൂർത്തിയാക്കിയതും. എന്തായാലും ടി.വി.കെയുടെ തന്നെ ആവശ്യമായിരുന്നു. അതിലെന്തായാലും ഇപ്പോൾ വിജയെ ആദ്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു BNS 179 പ്രകാരം. അതേസമയം തന്നെ ഇന്നും നാളെയും ടി.വി.കെയും വിജയനും സംബന്ധിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് ഈ ചോദ്യം ചെയ്യൽ, രണ്ടാമത്തേത് വിജയുടെ സിനിമ ജനനായകൻ്റെ റിലീസ് അത് തടഞ്ഞിരുന്നു മദ്രാസ് ഹൈക്കോടതി. അതിനെതിരെ നിർമ്മാതാക്കളായിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇന്നൊരു പക്ഷേ ആ ഹർജി മെൻഷൻ ചെയ്യും. ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വിജയ്ക്ക് നിർണായകമാണ്. വിജയ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ അതിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്നും നാളെയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ നിർണായകമാണ്.